നെക്സ്റ്റ് നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് calculate the number of grains required to make 8 ounces of a 4% solution and label with direction for preparing quart of a 1 in 2000 solution. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 8 ounce സൊല്യൂഷൻ 4% കോൺസെൻട്രേഷൻ ഉള്ള 8 ounce സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള നമ്പർ ഓഫ് ഗ്രെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ ഇത്രയും നേരം ചെയ്തതാണ് അല്ലേ. എന്നിട്ട് ഫ്രം ദാറ്റ് പ്രിപ്പയർ എ ക്വാർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 40 ഫ്ലൂയിഡ് ഔൺസ് അല്ലേ. നമ്മൾ ഇത്രയും നേരം പഠിച്ചതാണ് 40 ഫ്ലൂയിഡ് ഔൺസ് ആണ്. അപ്പോൾ ക്വാർട്ട് ഓഫ് 1 in 2000 സൊല്യൂഷൻ, അതായത് ഈ 4% സൊല്യൂഷൻ നമ്മൾ ആദ്യം ഉണ്ടാക്കി എന്നിട്ട് അതിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി എടുത്ത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്താൽ 1 in 2000 സൊല്യൂഷൻ കിട്ടും. വാട്ടറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്താൽ 1 in 2000 സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്ത കാൽക്കുലേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വി ഹാവ് ടു യൂസ് അനദർ ഫോർമുല. അപ്പോൾ നിങ്ങളുടെ ഞാൻ ആദ്യം പറയാതിരുന്ന എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ആദ്യം പെർസെൻറ്റേജ് കാൽക്കുലേഷൻ എന്നുള്ള പേജ് അല്ലേ 48 പേജിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത്രയും നേരം നമ്മൾ ചെയ്ത് പ്രിപ്പറേഷൻ ഓഫ് 1% സൊല്യൂഷൻ ഇൻ മെട്രിക് സിസ്റ്റം, പ്രിപ്പറേഷൻ ഓഫ് 1% സൊല്യൂഷൻ ഇൻ ഇമ്പീരിയൽ സിസ്റ്റം. 1% അല്ല, അതിൻ്റെ പെർസെൻറ്റേജ് മാറുന്നതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു അല്ലേ. Now we can see the preparation of percentage solution by diluting the concentrated solution. ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേറൊരു പെർസെൻറ്റേജിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ഫോർമുലാസ്. ഓക്കെ, അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് സ്ട്രെങ്ത് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ. നമുക്ക് കിട്ടിയിട്ടില്ല കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഏതാണ്, ഹയർ കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ, അത് എത്രത്തോളം അതിനെ ഡൈല്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ടൈംസ് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടർ വെച്ച് എത്ര ടൈംസ് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈല്യൂട്ട് സൊല്യൂഷൻ കിട്ടും. ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് കോൺസെൻട്രേറ്റ് ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ. ഈ ഫോർമുലയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. വേറെ 2 ഫോർമുലാസും കൂടി ഉണ്ട്, അത് ഞാനിപ്പോൾ പറയാം. വോളിയം ഓഫ് സ്ട്രോങ്ങർ ആൽക്കഹോൾ ടു ബി യൂസ്ഡ്. ഇനി വേറൊരു ആൽക്കഹോൾ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ വേറൊരു പോർഷൻ തന്നെയുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട് വോളിയം ഓഫ് സ്ട്രോങ്ങർ ആൽക്കഹോൾ ടു ബി യൂസ്ഡ്. വോളിയം ഓഫ് സ്ട്രോങ്ങർ ആൽക്കഹോൾ ടു ബി യൂസ്ഡ് ഇസ് ഈക്വൽ ടു വോളിയം റിക്വയർഡ് ഇൻറ്റു പെർസെൻറ്റേജ് റിക്വയർഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് യൂസ്ഡ്. നമുക്ക് എത്ര വോളിയമാണ് വേണ്ടത്, എത്ര പെർസെൻറ്റേജാണ് വേണ്ടത്. നമുക്ക് സ്ട്രോങ്ങർ ആൽക്കഹോളിൻ്റെ, അതായത് ഇപ്പോൾ ഒരു 60% ആൽക്കഹോളിൽ നിന്ന് നമുക്ക് 40% ആൽക്കഹോൾ ഉണ്ടാക്കണം എങ്കിൽ എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എത്രത്തോളം വോളിയം വേണം, ഇപ്പോൾ 50 ml ആണ് വേണ്ടത്. 50 ml ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് യൂസ്ഡ് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത് 60%. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വോളിയം വേണം നമുക്ക് ഇതിന് ഇത് പ്രിപ്പയർ ചെയ്യാനെന്നുള്ളത് കിട്ടും. ഓക്കെ, അത് സെയിം വേയിലാണ് വെയ്റ്റ് ഓഫ് ദ സ്ട്രോങ്ങർ ആസിഡ് ടു ബി യൂസ്ഡ്. ആസിഡ്സിൻ്റെ കേസിൽ വെയ്റ്റ് ഓഫ് ദ സ്ട്രോങ്ങർ ആസിഡ് ടു ബി യൂസ്ഡ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് റിക്വയർഡ് ഇൻറ്റു പെർസെൻറ്റേജ് റിക്വയർഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് യൂസ്ഡ്. നമ്മൾ ആ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള കാൽക്കുലേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത് കാൽക്കുലേറ്റ് നമ്മുടെ 8th എക്സാമ്പിൾ, calculate the number of grains required to make 8 ounces of a 4% solution and label with the direction for preparing the quart of 1 in 2000 solution. Quart of a 1 in 2000 solution. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ എന്താണ് ആദ്യം എഴുതേണ്ടത്, 35 grain in 8 fluid ounce will make 1% solution. 35 grain in 8 fluid ounce will make 8 fluid ounce will make 1% solution. അപ്പോൾ 35 ഇൻറ്റു നമുക്ക് എത്ര പെർസെൻറ്റേജ് സൊല്യൂഷനാണ് വേണ്ടത്, 4% സൊല്യൂഷനാണ് വേണ്ടത്. 35 ഇൻറ്റു 4 in 8 fluid ounce will be making 4% സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് 140 ഗ്രെയിൻ ആണ്. അപ്പോൾ 140 ഗ്രെയിൻ dissolved in water will make 8 ounces of a solution. 8 ounces of a solution ഉണ്ടാക്കും. അപ്പോൾ ഈ 8 ounce സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു കുറഞ്ഞ കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് ദ കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ 4% ആണ്. സ്ട്രെങ്ത് ഓഫ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, സ്ട്രെങ്ത് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ
ഡൈല്യൂട്ട് സൊല്യൂഷൻ 1 in 2000 ആണ്. 1 in 2000 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 0.05%. സോ 0.05% ആണ്. അപ്പോൾ ഈ 4% നമ്മൾ 0.05% ഉണ്ടാക്കാൻ എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അല്ലേ? അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് എത്രത്തോളം ഡൈല്യൂട്ട് ചെയ്യണം. ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ ഇസ് ഈക്വൽ ടു 4/0.05. അപ്പോൾ അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് 80 ടൈംസ് എന്ന് കിട്ടും. പെർസെൻറ്റേജ് അല്ല, 80 ടൈംസ് ആണ് ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ. 80 ടൈംസ് ആണ് ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ. അപ്പോൾ 80 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷന് നമ്മൾ യൂസ് ചെയ്യണം. ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ റിക്വയർഡ് ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് 40 ഫ്ലൂയിഡ് ഔൺസ് ആണ് വേണ്ടതെന്ന് അല്ലേ. 40 ഡിവൈഡഡ് ബൈ 80. അപ്പോൾ എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും അല്ലേ. 1/2 ounce. എന്താണ് സ്ട്രെങ്ത് ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ റിക്വയർഡ് ഇസ് 1/2 ounce. 1/2 ounce ഇസ് ഈക്വൽ ടു 1/2 ounce എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ഫുള്ളാണ്. 1 ടേബിൾ സ്പൂൺ ഫുൾ diluted to quart. 1 tablespoonful diluted to quart diluted to 1 quart will make 1 in 2000 solution. അപ്പോൾ ഈ 4% സൊല്യൂഷൻ്റെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാർട്ടിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 in 2000 സൊല്യൂഷൻ കിട്ടും. ഒന്നുകൂടെ പറയാം. അപ്പോൾ 35 grain in 8 fluid ounce will make 1% solution. 35 into 4 എന്താണ് 140 gram. 140 grain when diluted to 8 ounce will be required to prepare 8 ounce. അപ്പോൾ ഇതിൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 4% ആണ്. സ്ട്രെങ്ത് ഓഫ് ദ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് 0.05% ആണ്. പിന്നെ ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത് 4/0.05 8 ടൈംസ് ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു അപ്പോൾ നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് ഈ 40 വന്നത് എന്ന് അല്ലേ. 40 ഫ്ലൂയിഡ് ഔൺസ് ആണ് ഒരു ക്വാർട്ട് എന്ന് പറയുന്നത്. 40 ഡിവൈഡഡ് ബൈ 80 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 ounce കിട്ടും. 1/2 ounce is equal to 1 tablespoonful. 1 tablespoonful diluted to 1 quart will make 1 in 2000 solution. Clear? അപ്പോൾ അതാണ് നമ്മുടെ 8ാമത്തെ എക്സാമ്പിൾ. ഇത് എക്സാമ്പിൾ 8 ആണ് കേട്ടോ. 8 ആണിത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ 9. എക്സാമ്പിൾ 9 എന്ന് പറയുന്നത് ഒരു സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് കാണാം. ഹൗ മച്ച് ഓഫ് എ 5% സൊല്യൂഷൻ വിൽ ബി റിക്വയർഡ് ടു പ്രിപ്പയർ 600 ml ഓഫ് എ 1 in 800 സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തറിയാം? സ്ട്രെങ്ത് ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അല്ലേ. സ്ട്രെങ്ത് ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അതെന്ന് പറയുന്നത് 5% ആണ് അല്ലേ. ഇനി നിങ്ങൾക്ക് സ്ട്രെങ്ത് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ അതാണ് സ്ട്രെങ്ത് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ എത്രയാണ്? 1 in 800 എന്നാണ് പറഞ്ഞത്. 1 in 800 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.125%. 0.125%. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 0.125 എത്ര കിട്ടും? 40 എന്ന് കിട്ടും. 40 ടൈംസ് എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എത്രയാണ്? നമുക്ക് റിക്വയർഡ് ടു പ്രിപ്പയർ 600 ml ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി റിക്വയർഡ് എന്ന് പറയുന്നത് 600 ml ആണ്. ഡിവൈഡഡ് ബൈ എന്താണ് ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ 40 ടൈംസ് ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി റിക്വയർഡ് കിട്ടും. അപ്പോൾ അത് 15 ml ആണ്.
15 ml ആണ്. അപ്പോൾ 15 ml എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 15 ml ഇസ് ഈക്വൽ ടു 1 ടേബിൾ സ്പൂൺ ഫുൾ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫുൾ ഓഫ് 1 ടേബിൾ സ്പൂൺ ഫുൾ ഓഫ് 5% solution is required to prepare 0.125% of 600 ml of 0.125 solution. 600 ml of 0.125 അല്ലെങ്കിൽ 1 in 800 solution. രണ്ടും ഒന്നാണ്, 1 in 800 solution. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രെങ്ത് ഓഫ്, ഈ എക്സാമ്പിളിൽ നമുക്ക് സ്ട്രെങ്ത് ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 5%. ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 in 800 ആണ്. സോ ഇറ്റ് ഇസ് 0.125%. അപ്പോൾ ഡിഗ്രി ഓഫ് ഡൈല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് നമുക്ക് 40 ടൈംസ് ആണെന്ന് കിട്ടി. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ റിക്വയർഡ്, ക്വാണ്ടിറ്റി ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ റിക്വയർഡ് എന്ന് പറയുന്നത് 600 ഡിവൈഡഡ് ബൈ 40, ദാറ്റ് ഇസ് ഈക്വൽ ടു 15 ml. അപ്പോൾ അത് 15 ml എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ഫുള്ളാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫുൾ ഓഫ് 5% സൊല്യൂഷൻ ഇസ് റിക്വയർഡ് ടു പ്രിപ്പയർ 600 ml ഓഫ് 0.125 സൊല്യൂഷൻ. ഓക്കെ.